ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ മേഘന ഉഴിച്ചിൽ നടത്താണ് ജയബാലൻ. തോമസ് സാറാണെങ്കിൽ വാമദേവൻ്റെ ദേഹത്തും എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അലറി വിളിച്ച് നിലവിളിക്കാണ് വാമദേവൻ. മാർക്കോയുടെ കൈക്കരുത്തിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് തോമസ് സാറ് പറയുമ്പോൾ അവനെങ്ങാനും ഇങ്ങോട്ട് വരൂ, സാറിനെ വിളിക്കുകയും ചെയ്താൽ ഞങ്ങൾ എവിടെയുണ്ടെന്ന് പറയില്ലേ എന്ന് പറയുമ്പോൾ നിരപരാധികളെ മാർക്കോ ഒന്നും ചെയ്യില്ല. പക്ഷേ അവൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ അവരെ കൈകാര്യം ചെയ്യും. താൻ കൊട്ടേഷൻ കൊടുത്ത കണ്ണൻ്റെ അച്ഛനെ കൊലയാളിയും അപ്പുറത്തുണ്ട്. ആ സംഭവത്തിന് ശേഷവും താൻ കണ്ണനെ ചൂഷണം ചെയ്തു. താനും തൻ്റെ പെങ്ങളും ചേർന്ന് കണ്ണന് കൊടുത്തിരുന്ന മരുന്നിൽ മായം കലർത്തി. എന്നിട്ടും ദൈവം നിങ്ങളെ വെറുതെ വിട്ടില്ലല്ലോ എന്ന് തോമസ് സാറ് ചോദിക്കുന്നുണ്ട്. സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത താൻ എന്നിട്ടും പക തീരാതെ അപകടത്തിൽ വീൽചെയറിലായി പോയ കണ്ണന് താങ്ങായി എത്തിയ മഹാലക്ഷ്മിയെയും കണ്ണനെയും പലതവണ നിങ്ങൾ വേർപെടുത്താനും കൊല്ലാനും ഒക്കെ നോക്കി. അതിനൊക്കെയുള്ള ശിക്ഷയാണ് നിങ്ങൾക്കിപ്പോൾ മാർക്കോ തന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കോയ്ക്ക് സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ണൻ, പെങ്ങളാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയവരെ മാർക്കോ ഒരിക്കലും വെറുതെ വിടില്ല എന്നും തോമസ് സാറ് പറയുന്നു. ഇത് കേൾക്കുന്ന വാമദേവൻ, ഇനി ഞാനും എൻ്റെ മോനും ഒന്നിനും ഇല്ല എന്ന് പറയുമ്പോൾ അത് താനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനു വേണ്ടിയിട്ട് മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കണമെന്നും പറയുന്നു. തുടർന്ന് മേഘൻ്റെ അടുത്ത് നിന്ന് തോമസ് ഡോക്ടർ സംസാരശേഷിയില്ലെങ്കിലും പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇനി പതുക്കെ നടക്കാനായിട്ട് പറ്റും. നാവിനും കാലിനും ചലനശേഷി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കണം. വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിച്ചാൽ ഉള്ളതുകൂടി നഷ്ടപ്പെടും എന്നുള്ളതിപ്പോൾ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലായല്ലോ. എത്രയൊക്കെ പഠിച്ചിട്ടും അത് മനസ്സിലായില്ലെങ്കിൽ അത് അച്ഛൻ്റെയും മകൻ്റെയും വിധിയാണെന്നും തോമസ് സാറ് പറയുന്നു. പിന്നീട് ജയബാലൻ വാമദേവൻ്റെ ദേഹത്ത് ഒഴിച്ചിൽ നടത്തുകയാണ്. അപ്പോൾ വീണ്ടും അലറി വിളിച്ച് കരയാണ് കേട്ടോ വാമദേവൻ. മാർക്കോയുടെ കയ്യിൽ നിന്നും അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നെല്ലാം ജയബാലൻ പറയുന്നു. ഏതായാലും മാർക്കോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ മേഘനാഥൻ. പിന്നീട് ഉണ്ണിയുടെ കാലിലും എണ്ണ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുകയാണ് തോമസ് സാറ്. വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട് ഉണ്ണിയും. മേഘനാഥനെ പോലെ അത്രയ്ക്ക് ഒടിവും ചതിവും ഒന്നും കാലിനില്ല. അതുകൊണ്ട് തന്നെ നടന്നു തുടങ്ങാം. പിന്നെ അവരോട് പറഞ്ഞതേ നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങളുടെ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നിപ്പിച്ചത്. എന്നാൽ കണ്ണന് അച്ഛനെ നഷ്ടപ്പെടുത്തിയതും കാല് തളർന്നു പോയതും നിങ്ങൾ കാരണമാണ്. അതൊക്കെ അറിയാവുന്ന ഒരാൾ മുകളിലുണ്ട്. ആ ശക്തിയാണ് കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നിപ്പിച്ചത്. അതിനർത്ഥം ദൈവം അവരുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം എന്നെല്ലാം തോമസ് സാറ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി ദൈവത്തിന് നിരക്കാത്ത ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് കരുണ പറയുന്നതും, എങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന് ജീവനാണ്. ആ കണ്ണനെയാണ് നിന്റെ ഭർത്താവ് കൊല്ലാൻ നോക്കിയത്. നിന്റെ അച്ഛനും ഇവനും നിന്നെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ഓരോ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അത് ദോഷം ചെയ്യും. ഒരു കാര്യം നിനക്കറിയാലോ, മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട് മരിച്ചത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞായിരുന്നില്ലേ? ദൈവം പരീക്ഷണങ്ങളൊക്കെ തരുന്നത് സ്വന്തം തെറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീയും നിന്നെ സ്നേഹിക്കാൻ പോകുന്നവരായിരിക്കും കരയാൻ പോകുന്നത് എന്നെല്ലാം ഒരു മുന്നറിയിപ്പ് തോമസ് സാറ് കൊടുക്കുന്നു. അതും പറഞ്ഞിട്ട് തോമസ് സാർ അവിടെ നിന്നും പോയതിന് ശേഷം ഇവിടെ നല്ല ചികിത്സയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. പക്ഷേ അതിന് ഒരു ലോഡ് കണക്കിന് ഉപദേശമൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടുമടുത്തു എന്നെല്ലാം പ്രതാപൻ പറയുന്നു. തുടർന്ന് എങ്ങനെയെങ്കിലും പഴയപടി ആയാൽ മതിയായിരുന്നു എന്ന് ഉണ്ണി പറയുമ്പോൾ, എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് എൻ്റെ മോളെയോ നോക്കാം നിന്നെക്കൊണ്ട് പറ്റുമോ? അതോ ഇനിയും കണ്ണൻ്റെ പുറകെ പോയി കൈ നീട്ടാനാണോ നിൻ്റെ ഉദ്ദേശം എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ഇറിറ്റേറ്റഡാവുന്ന ഉണ്ണി, ഇയാളോട് പുറത്തു പോകാൻ പറ കരുണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോയേക്കാം, ആ വാമൻ ഒറ്റ ഒരുത്തനാണ് എന്നോടും എൻ്റെ മോളോടും ഈ ചതി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പോകുന്നു. അതിനുശേഷം അയാൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് സമാധാനം കിട്ടുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അത് എനിക്ക് അങ്ങനെയല്ല, ഇപ്പോഴും എൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് അച്ഛനും മുത്തശ്ശിയും ശ്രമിക്കുന്നത്. പിന്നെ അച്ഛൻ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? എന്നെയും നമ്മുടെ കുഞ്ഞിനെയും നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? കമലേശ്വരത്ത് നിന്ന് നമ്മളെ ഇറക്കി വിട്ടാലും നമുക്ക് മുത്തശ്ശിയുടെ വീടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല ശമ്പളം ഒരു ജോലി കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാതെ ജീവിക്കാം എന്നെല്ലാം കരയണ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി ഒന്നും മിണ്ടുന്നില്ല. അപ്പം നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ, ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് കാണിക്കുന്നത് നിലമോള് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ലേഖ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതേ സമയം മഹി വരുന്നു. എന്താ മഹി, ഇന്ന് പതിവില്ലാത്ത കുഞ്ഞ് നല്ല ഉറക്കത്തിലാണല്ലോ എന്നെല്ലാം ലേഖ പറയുമ്പോൾ,
നേരത്തെ ഉറങ്ങുന്നില്ല എന്നായിരുന്നല്ലോ ലേഖയ്ക്ക് പരാതി എന്ന് ചോദിക്കുന്നുണ്ട് മഹി. ഏതായാലും ഇങ്ങനൊരു ഉറക്കമുണ്ടോ എന്ന് ലേഖ വീണ്ടും ആശങ്കയോട് ചോദിക്കുന്നു. ഇതേ സമയം ജാനമ്മയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, പരിഭ്രമത്തോടെ. ഇന്ന് കുഞ്ഞു കുറച്ച് കൂടുതൽ പാല് കുടിച്ചു, അതുകൊണ്ടായിരിക്കും എന്ന് ലേഖ പറയുമ്പോൾ, എന്തായാലും പാല് കുടിക്കട്ടെ എന്നും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വണ്ണമുള്ളതൊക്കെ നല്ലതാണെന്ന് മഹി പറയുന്നു. ഇത് കേട്ടുകൊണ്ട് വരുന്ന ജാനമ്മ, അത് മോള് പറഞ്ഞത് ശരിയാണ്, പെൺകുട്ടികളെ കൃഷ്ണഭഗവാനെ പോലെ ഒരുക്കാനൊക്കെ തോന്നണം. ഏതായാലും കുഞ്ഞുറങ്ങട്ടെ, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ അവരെ രണ്ടുപേരെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. തുടർന്ന് കുഞ്ഞിനെ നോക്കുന്നുണ്ട് ജാനമ്മ. അപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിക്കുള്ളൂ എന്നല്ലേ അവർ പറഞ്ഞത്. ഇപ്പം തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, എനിക്കേട് സംഭവിച്ചോ എന്നെല്ലാം ആലോചിച്ച് ജാനമ്മ ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് ജാനമ്മ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എന്നിട്ടും കുഞ്ഞിന് യാതൊരു അനക്കവും ഇല്ല. ഇതിനെ തുടർന്ന് ആകെ വല്ലാതാവുന്നുണ്ട് ജാനമ്മ. ദൈവമേ, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു പാതകം ചെയ്യേണ്ടി വന്നല്ലോ, വെള്ളം ഇറങ്ങാതെ ചാകാനായിരിക്കും എൻ്റെ വിധി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ കുഞ്ഞിനെ തൊട്ടിലേക്ക് തന്നെ കിടത്തുന്നു. പിന്നീട് കാണിക്കുന്നത് സീമന്തിനിയോടായിട്ട് സ്വാതി പറയുന്നുണ്ട്, ഡാൻസ് സ്കൂളിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് ഒന്നിനും തികയുന്നില്ല, മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന് പറയുന്നു. തുടർന്ന് സീമന്തിനി താൻ ദുർഗയെ കാണാൻ പോകാൻ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ, അപ്പച്ചിയെ കാണാനുള്ള ധൈര്യമുണ്ടെന്ന് സ്വാതി ചോദിക്കുന്നതും, നടുക്കടലിൽ ആയതുപോലെയാണ് നമ്മുടെ ജീവിതം, അപ്പോൾ എന്തും ചെയ്യാനുള്ള ധൈര്യം കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവസാനം വിളിച്ചപ്പോൾ ഫോണിലൂടെ അവർ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ എന്ന് സ്വാതി വീണ്ടും ചോദിക്കുമ്പോൾ, നിനക്ക് നല്ല നല്ല കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്, ഈ സമയത്ത് കണ്ണൻ്റെ സഹായം കൂടിയേ തീരൂ, അവൻ്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ സീമന്തിനി പറയുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടല്ലോ എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നും, കണ്ണേട്ടൻ തൻ്റെ സ്വന്തം ജീവനെ പോലെയാണ് അച്ഛനെ സ്നേഹിച്ചിരുന്നത്, ആ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണെന്നറിഞ്ഞപ്പോൾ അതൊന്നും ഒരിക്കലും കണ്ണേട്ടനെ ക്ഷമിച്ചു തരാനായിട്ട് കഴിയില്ല എന്ന് സ്വാതി പറയുമ്പോൾ, അതിന് നമ്മളാരും ഉത്തരവാദികളല്ലല്ലോ മോളെ, അതും പറഞ്ഞ് കണ്ണൻ്റെ മുന്നിൽ ഏത്തമിടാം. നിന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തുന്നത് കിട്ടണം, അതുമാത്രമേ ഈ അമ്മയുടെ മനസ്സിലുള്ളൂ. ഏതായാലും നീ ഒന്ന് പ്രാർത്ഥിക്കുക, കണ്ണൻ്റെ മനസ്സ് മാറാമെന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി ഇറങ്ങുന്നു. അങ്ങനെ സീമന്തിനി കമലേശ്വരത്തെ എത്തുന്നുണ്ട്. അപ്പോൾ പേടിച്ചാണ് അവർ ചെല്ലുന്നത്. അപ്പോൾ സീമന്തിനിയെ കാണുന്ന ദുർഗയ്ക്കാണെങ്കിൽ രക്തം തിളച്ചു പോവാണ്. തുടർന്ന്, നീ എന്തിനു ഇങ്ങോട്ട് വന്നത്, നിനക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടി, എൻ്റെ വിശ്വേട്ടനെ കൊന്നത് നിൻ്റെ ഭർത്താവാണെന്നറിഞ്ഞ നിമിഷം മുതൽ നീയും നിൻ്റെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്, ഇനി ഇങ്ങോട്ട് വിളിക്കുകയോ വരികയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് സീമന്തിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേൾക്കുന്ന സീമന്തിനി, ആ കൊലപാതകമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ സീമന്തിനിയുടെ കരണടിച്ച് പൊട്ടിക്കുകയാണ് ദുർഗ ചെയ്യുന്നത്. തുടർന്ന്, നീ എൻ്റെ ഏട്ടത്തിയൊക്കെയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമല്ല, ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന അയാളുടെ ഭാര്യയാണ് നീ, അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. മാത്രമല്ല കണ്ണൻ്റെ ഭാഗത്തു നിന്നും ഇനി ഒരു സഹായവും കിട്ടില്ല എന്ന് തന്നെ ദുർഗ തുറന്നടിക്കുന്നുണ്ട്. തുടർന്ന്, ജീവിക്കാനായിട്ട് ഒരു ഗതിയും ഇല്ല ദുർഗെ, നട്ടം തിരിയാണ്, ആരും സഹായത്തിനും ഇല്ല എന്ന് പറയുമ്പോൾ, അധ്വാനിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നിൻ്റെ മോളെയും കൊണ്ടുപോയി ഭിക്ഷ യാചിച്ച്, എൻ്റെ മോളെ ചതിച്ചിട്ട് അവനിപ്പോൾ മുകളിലേക്ക് നോക്കി കിടക്കുകയല്ലേ, അവനെ പാവിരിച്ച് ആൾക്കാരുടെ മുന്നിൽ കൊണ്ട് കിടത്തിയിട്ട് നീ കൈനീട്ട് നിൽക്കുക, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിനക്ക് തരും. അവൻ എൻ്റെ മോളെ ചതിച്ചു എന്നറിഞ്ഞിട്ടും ഞാൻ നിൻ്റെയൊക്കെ കൂടെ നിന്നു, പക്ഷേ എന്നെ വിധവയാക്കിയ നിന്നെയൊന്നും സ്നേഹിക്കാനായിട്ട് എനിക്കിനി ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന്, മേഘന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും കുടുംബം നോക്കിയേനെ എന്ന് സീമന്തിനി വീണ്ടും അപേക്ഷിക്കുമ്പോൾ, അവനെ എങ്ങനെ നോക്കുമെന്ന് ആൾക്കാരെ തട്ടിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒക്കെയല്ലേ അവൻ നോക്കൂ, അല്ലാതെ നേരായ മാർഗത്തിലൂടെ എന്തെങ്കിലും ജോലി ചെയ്ത് അവൻ ജീവിക്കുമോ, അവൻ ഈ കിടപ്പ് കിടക്കും മരിക്കുന്നത് വരെ എന്നും ശപിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. കരുണയെ വിളിച്ചുകൊണ്ടുവന്ന ഉണ്ണിയോട് പോലും എനിക്കിപ്പോൾ സ്നേഹമില്ല, എന്നിട്ടും ഉണ്ണി കണ്ണനെ കൊല്ലാനായിട്ട് നോക്കി, കണ്ണനോളം സ്നേഹം എനിക്കിപ്പോൾ ഉണ്ണിയോട് പോലും ഇല്ല എന്നും ദുർഗ പറയുന്നുണ്ട്. അത്രയ്ക്ക് എൻ്റെ മനസ്സ് മാറിപ്പോയി എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എനിക്കൊന്ന് കണ്ണനെ കാണണം എന്ന് പറയുമ്പോൾ,
കണ്ണനെ കാണണ്ട, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും ആട്ടിവിഴക്കാൻ നോക്കുകയാണ് കേട്ടോ ദുർഗ. വീണ്ടും കണ്ണനെ കണ്ടിട്ട് പോയിക്കോളാം എന്ന് സീമന്തിനി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും കണ്ണനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ തന്നെയാണ് തെറ്റുകാരി. നിന്നെയൊക്കെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു. ഇനി അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയത്താണ് കണ്ണൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ കണ്ണൻ്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കുന്നുണ്ട് സീമന്തിനി. അപ്പോൾ കണ്ണീര് കാണിച്ചും സഹായം ചോദിച്ചു വന്നതാണെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കുമ്പോൾ, ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല, നീ കൊടുത്തിരുന്ന സാലറിയും ഇപ്പോൾ കൊടുക്കുന്നില്ലല്ലോ, അങ്ങനെയായിപ്പോൾ പഴയതുപോലെ ദൂർത്തടിച്ച് ജീവിക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ദുർഗ. നിനക്കും നിൻ്റെ മോൾക്കും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, മാത്രമല്ല നിൻ്റെ മോൾ അത്യാവശ്യം പഠിച്ചതല്ലേ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ജോലി ചെയ്ത് പോയിക്കൂടെ എന്നെല്ലാം ദുർഗ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് സീമന്തിനോട് ചോദിക്കുന്നു. ഇതേസമയം കണ്ണൻ പറയുന്നുണ്ട്, കണ്ണൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിലും ഇനി ഞാൻ സഹായങ്ങളൊന്നും ചെയ്യില്ല. പിന്നെയല്ലേ എൻ്റെ അച്ഛൻ്റെ കൊലപാതകയുടെ വീട്ടുകാർക്ക് എന്നുള്ള തൻ്റെ തീരുമാനം സീമന്തിനിയുടെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്